ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓർബിറ്റൽ ഈസ് എ 3-dimensional space around the nucleus where the probability of finding an electron is maximum, that is psi square is maximum. Okay, എന്ന് വെച്ചാൽ ഹൈസൻബർഗ്സ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഹൈസൻബർഗ്സ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ് ദർ ഇസ് നോ ഫിക്സ്ഡ് പാത്ത്. ഓക്കെ, ദർ ഇസ് ഓൺലി എ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ്. അപ്പോൾ ഈ പ്രോബബിലിറ്റി കൂടുതലുള്ള ഏരിയനെയാണ് നമ്മളൊരു ഓർബിറ്റൽ എന്ന് വിളിച്ചത്. അപ്പോൾ അത്രയും കോൺസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. ഓക്കെ, ഓർബിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആൻഡ് വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ആൻഡ് ഓൾസോ the solutions for Schrodinger wave equation, HSI is equal to E psi wave function. ഓക്കെ, അപ്പോൾ നമ്മൾ ബോർ മോഡൽ അനുസരിച്ച് ഓർബിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ഓർബിറ്റൽ എന്ന് പറയുന്ന എന്ത് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ an orbit and orbital? അതാണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ? അപ്പം ഓർബിറ്റ് നോക്കുക, ഓർബിറ്റ് റെപ്രസെൻറ്റ്സ് എ പ്ലാനാർ മോഷൻ ഓഫ് ദ ഇലക്ട്രോൺ. ഓർബിറ്റ് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് പ്ലാനാർ മോഷൻ ഓഫ് ദ ഇലക്ട്രോൺ ആണ്. ഓക്കെ, അതായത് ഒരു പ്ലെയിനിലാണ് അവർ മൂവ് ചെയ്യുന്നത്. ദർ സർക്കുലർ പാത്ത്. ഓക്കെ, അപ്പോൾ അത് രണ്ടാമത് പറയുന്നത് ഓർബിറ്റ് റെപ്രസെൻറ്റ്സ് ദ പ്ലാനാർ മോഷൻ ഓഫ് ദ ഇലക്ട്രോൺ. ദേ ആർ സർക്കുലർ ഇൻ ഷേപ്പ്. ആ പാത്ത് എന്താണ്, സർക്കുലർ ആണ്, പക്ഷേ ഒരു പ്ലെയിനിലാണ്. ഓർബിറ്റൽ റെപ്രസെൻറ്റ്സ് ദ 3-dimensional മോഷൻ ഓഫ് ദ ഇലക്ട്രോൺ. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന 3-dimensional സ്പേസിലാണ്. ഓക്കെ, സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് 3 ദേ ആർ ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ടു ഈച്ച് അതർ. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് wave functions have different shapes and energies. So different orbitals have different shapes and energies. So first രണ്ടും എന്താണ്, റിലേറ്റഡ് ആണ്. ഫസ്റ്റ് രണ്ട് പോയിന്റും റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റും റിലേറ്റഡ് ആണ്. ഓർബിറ്റ് റെപ്രസെൻറ്റ്സ് എ പ്ലാനാർ. There is a spelling mistake of planar. Planar is this one, PLANAR. So orbit represents planar motion of electron, planar circular motion. They represents 3-dimensional motion of electron but of different shapes and energies. Okay, it is well defined path, fixed path, revolving electrons follow around the nucleus. Okay, it is a well defined path, the revolving electrons around a nucleus. This sentence around a nucleus. It is simply a region of space around the nucleus where the electron is present. It is only a probability region. It is a probability region. Okay, മറ്റൊരു വെൽ ഡിഫൈൻഡ് പാത്താണ്. ഇത് വെൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. ദ ഓർബിറ്റ് തിയറി ഡസ് നോട്ട് സാറ്റിസ്ഫൈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്നില്ല, ഒബേ ചെയ്യുന്നില്ല. കാരണം എന്താ, ഫിക്സഡ് ആണ്. അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ എന്താ, അവിടെ പാത്ത് ഫിക്സഡ് അല്ല. ഓർബിറ്റൽ കൺസെപ്റ്റ് കംപ്ലീറ്റ്ലി കംപ്ലൈസ് ഓർ ഒബേസ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, ആൻഡ് വേറൊരു സംഗതി, അത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതിവിടെ നോക്കുക. ക്യാൻ അക്കോമഡേറ്റ് 2n square electrons in the shell where n is the orbit. ഒരു ഷെല്ലിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റാണ്. ഓക്കെ, പക്ഷെ അവിടെ ഡിഫറൻസ് പറയുമ്പോൾ പറഞ്ഞു 2n square ഇലക്ട്രോണെയാണ് അവിടെ ഒരു ഷെല്ലുകൾ എന്ത് ചെയ്യുക, അക്കോമഡേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഷെൽ കോൺസെപ്റ്റാണ് ഇവിടെ ഓർബിറ്റിലുള്ളത്. ഷെല്ല്, KLMN ഷെല്ലുകൾ. n is equal to നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, എന്താ, n is equal to 1 2 3 4 etc. That is called principal quantum number. അല്ലേ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബോറാണ് ഈ ക്വാണ്ടം നമ്പർ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെല്ലുകൾ നമ്മൾ അടുത്ത ക്വാണ്ടം നമ്പറാണ് ഓക്കെ പറയാൻ പോകുന്നത്. സോ ക്യാൻ അക്കോമഡേറ്റ് ആ ഷെല്ലുകളിൽ 2n square ഇലക്ട്രോൺസ് ആണ്. 2n square ഓൺലി 2 ഇലക്ട്രോൺസ് ക്യാൻ പ്രസന്റ് ഇൻ എൻ ഓർബിറ്റൽ. ഓർബിറ്റൽ ഇവിടെ ഷെല്ല്, അവിടെ ഓർബിറ്റൽ. ഓക്കെ, ഓർബിറ്റലിനകത്ത് 2 ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ. ഒരു ഓർബിറ്റൽ എടുത്താൽ അതിൽ മാക്സിമം ഓഫ് 2 ഇലക്ട്രോൺസ്. ഇതൊക്കെ നമുക്ക് ഇനിയും വരുന്നുണ്ട്. മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് ഒരു ഓർബിറ്റലിനകത്ത് ഉണ്ടാവുക. ഒരു ഷെല്ലിനകത്ത് 2n square ഇലക്ട്രോൺസ് ആണ്. ഡിഫറൻസ് ആണ്. ദ പ്ലാനാർ അഗെയിൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, പ്ലാനാർ let me, it is not observable. The planar motion, that is planar.
The planar motion of electron can be designated by K, L, M, N, etc. KLM, KLMN. The three-dimensional electron of motion is represented by subshell SPDF. Okay, the three-dimensional motion ആണ്. KLMN എന്നാണ് പ്ലാനർ, ഒരു പ്ലെയിനിലുള്ള മോഷനാണ്. ഓക്കെ, ഷെല്ല് എന്ന് വെച്ചാൽ ഒരു പ്ലെയിനിലുള്ള മോഷനാണ് പറയുന്നത്. ഇത് സബ്ഷെല്ലുകളാണ് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ, സബ്ഷെല്ലുകളാണ്. ഓക്കെ, അപ്പോൾ ഓർബിറ്റൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ക്വാണ്ടം മെക്കാനിക്കൽ കോൺസെപ്റ്റ് സബ്ഷെല്ലുകൾ തരുന്നുണ്ട്. ഇതിന് എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ എന്ന് ഷേപ്പ് അനുസരിച്ച് പറയും. അപ്പോൾ അവിടെ ഇത്രയേ ഉള്ളൂ. ഒരാൾക്ക് പ്ലാനാർ മോഷനാണ്. ആ പ്ലാനാർ മോഷൻ റെപ്രസെന്റ് ചെയ്യാൻ ഓർബിറ്റിന് KLMN ഷെല്ലുകളുണ്ട്. ഓക്കെ, ത്രീ ഡയമെൻഷണൽ മോഷൻ റെപ്രസെന്റ് ചെയ്യാൻ SPDF നൊട്ടേഷൻ ഉണ്ട്. SPDF സബ്ഷെല്ലുകൾ അല്ലെങ്കിൽ SPDF ഓർബിറ്റലുകളുണ്ട്. ഡെസിഗ്നേറ്റഡ് ബൈ SPDF ഓർബിറ്റൽസ്. ഇവിടെ KLMN, ഇവിടെ K മിസ്സിംഗ് ആണ്, KLMN ഷെൽസ്. ദീസ് ആർ ദ ഡിഫറൻസസ്. ഈ ലാസ്റ്റ് രണ്ട് പോയിന്റ് നമുക്കിനി വരാൻ പോകുന്നേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും മൈൻഡ് ചെയ്യാം. ഓക്കെ, ഇതുവരെയുള്ള ഇതാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കൂട്ടത്തിൽ നമുക്ക് ഏതായാലും ഒരു നോട്ടായിട്ട് പറയുമ്പോൾ ആ കൂട്ടത്തിൽ അതും കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ an orbit. There is a difference between an orbit and orbital. Clear ആണല്ലോ? ഓക്കെ, there is a difference between നമുക്കിവിടെ developments leading to quantum mechanical model, developments leading to quantum mechanical model നമ്മൾ de Broglie's equation പഠിച്ചിട്ടുണ്ട് അല്ലേ? That means dual behavior പഠിച്ചിട്ടുണ്ട്. ആ ഡ്യുവൽ ബിഹേവിയറിൽ പഠിച്ച ഒരു സംഗതിയാണ് all matter in the universe as dual character. എന്ന് വെച്ചാൽ മാറ്ററിന് വേവ് ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ മാറ്റർ എന്ന് പറയുന്ന ഒരാൾക്ക് വേവ് ക്യാരക്ടർ, ദേ ആർ കോൾഡ് മാറ്റർ വേവ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവും മാറ്റർ വേവും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആൻഡ് മാറ്റർ വേവ്. ദീസ് വേവ്സ്, ദാറ്റ് മീൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ, ഓക്കെ, ഓരോ പോയിന്റുകൾ നോട്ട് ചെയ്യുന്നു. The electromagnetic waves are associated with the electric field and magnetic field. Okay, electromagnetic waves can be emitted or radiated in space. Emitted or radiated as small packets of energy. These waves are not associated with the electric field and magnetic field. Matter wave കൂടെ electric field or magnetic field ഇല്ല, ഇവിടെ അതുണ്ട്. Okay, matter waves are neither radiated into space or emitted by the particle. ഒരാൾ എമിറ്റ് ചെയ്യുകയോ റേഡിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന, അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന എന്തല്ല, റേഡിയേഷൻസ് അല്ല. ദീസ് ആർ സിംപ്ലി അസോസിയേറ്റഡ് വിത്ത് ദ പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിൾ തന്നെ ഒരു വേവ് ആണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരാൾ പുറത്തേക്ക് വിടുന്നൊന്നുമല്ല, ഒരു സോഴ്സ് പുറത്തേക്ക് വിടുന്നൊന്നുമല്ല. ഇപ്പം ഇതൊരു മാറ്റർ ആണെങ്കിൽ, ഇതിന് മാസ് കുറവാണെങ്കിൽ ഇതിനൊരു എന്തുണ്ട്, ഇതൊരു മാറ്റർ ആണ്, ഇത് വളരെ ചെറുതാണ്, ഇലക്ട്രോണെ പോലെ ചെറിയ മാസ് ആണെങ്കിൽ ഇതിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിനൊരു വേവ് ക്യാരക്ടറാണ്. അല്ലാണ്ട് ഇത് വേവായിട്ട് പുറത്ത് വിടുന്നതല്ല മാറ്റർ വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാവൽ വിത്ത് ദ സെയിം വെലോസിറ്റി. എത്രയത്? 3 × 10⁸. Matter waves travel with different velocities. Okay, the velocity of all electromagnetic waves is equal to that of light. എന്ന് വെച്ചാൽ സെയിം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 3 × 10⁸ m/s ആണ്. ആ പോയിന്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The velocity of matter waves is different from that of light. ലൈറ്റിനോട് ഈക്വൽ അല്ല. The wavelength of electromagnetic waves lambda is equal to എന്താ? Lambda is equal to h/mc അല്ലെങ്കിൽ h/mv ആണ്. സോറി, അത് ഇതിൻ്റെതല്ല, ദാറ്റ് ഈസ് ഫോർ മാറ്റർ വേവ്. ഇതിൻ്റെത് ഇവിടെയാണ്. ഇതിൻ്റെത് ലാംഡ ഇസ് ഈക്വൽ ടു h/mv ആണ്. ഓക്കെ, ഓർ ലാംഡ ഇസ് ഈക്വൽ ടു h/p ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു h/p. ഇവിടെ ഇതിൻ്റെ ലാംഡ എന്താ? ലാംഡ എന്ന് വെച്ചാൽ c ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ. ഓക്കെ, ലാംഡ ഇസ് ഈക്വൽ ടു c/ന്യൂ ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു c/ന്യൂ. അപ്പോൾ ഇവിടെ ലാംഡ ഇസ് ഈക്വൽ ടു c/ന്യൂ. പിന്നെ ഇവിടെ എന്താ കിട്ടുന്നത്? ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ദാറ്റ് ഇസ് ഈക്വൽ ടു h/mc എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തത്? ഇത് ഡിറൈവ് ചെയ്ത പോലെ തന്നെ E is equal to mc². E is equal to h/nu is equal to hc/lambda. hc/lambda is equal to mc². c² വെട്ടിപ്പോയി. therefore lambda is equal to h/mc. അപ്പോൾ h/mc എന്ന് പറയാനുള്ള കാരണം c എന്ന സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, 3 × 10⁸ m/s ആണ്. ഓക്കെ, ഡി ബ്രോഗ്ലി ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഡി ബ്രോഗ്ലി ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. പക്ഷേ c എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ v കോൺസ്റ്റന്റ് അല്ല, നോട്ട് കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് എ വേരിയബിൾ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ
മാറ്ററിന് പലതിനും പല സ്പീഡായിരിക്കും. ഇവിടെ എല്ലാത്തിനും ഒരേ സ്പീഡാണ്, 3 × 10⁸ m/s ആണ്. These are the differences between electromagnetic wave and matter wave. ഇത് മനസ്സിലായല്ലോ? ഓക്കെ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുള്ളതാണ് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ, അതേപോലെ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അവിടെ നിന്നും വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഓർബിറ്റൽ കോൺസെപ്റ്റ്. ഓക്കെ. ഓൾസോ മാറ്റർ വേവ് കോൺസെപ്റ്റ്. ആ മാറ്റർ വേവും മുമ്പ് പഠിച്ചിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവും ആ ഓർബിറ്റലും മുമ്പ് പഠിച്ചിട്ടുള്ള ഓർബിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഇവിടെ ഒരു കാര്യം കൂടെ, അതായത് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നതാണ്. ഓക്കെ. ഈ പ്രോബ്ലം കണ്ടപ്പോൾ ഒന്ന് ചെയ്യണം തോന്നി. ഓക്കെ. and that is given here. This is an NCERT problem and മാത്രമല്ല ഇത് വെച്ചിട്ട് നമുക്ക് റിലേഷൻ ഡിറൈവ് ചെയ്യാൻ കൂടി പറ്റും. ഓക്കെ. The mass of an electron is 9.1 × 10⁻31 kg. If its kinetic energy is 3 × 10⁻25 joule, calculate its wavelength എന്നാണ്. അപ്പോൾ മാസ് ഓഫ് ഇലക്ട്രോൺ ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, തന്നിട്ടുണ്ട് 9.1 × 10⁻31 kg. Kinetic energy is equal to 3 × 10⁻25 joule. ഓക്കെ. കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താ? ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ mv² ഇസ് ഈക്വൽ ടു എന്താണ്? 2 × കൈനറ്റിക് എനർജിയാണ്. ഓക്കെ. 2 × കൈനറ്റിക് എനർജി. v² ഇസ് ഈക്വൽ ടു m × 2 × കൈനറ്റിക് എനർജിയാണ്. ഓക്കെ. therefore v is equal to root of m × 2 × കൈനറ്റിക് എനർജിയാണ്. ദാറ്റ്സ് ഈക്വൽ ടു 2 × ആദ്യം എടുക്കണം, 2 × മാസ് എന്താ? 9.1 × 10⁻31 × കൈനറ്റിക് എനർജി എത്ര? 3 × 10⁻25. ഓക്കെ. ഇതെല്ലാം റൂട്ടിനടിയിലാണ്. അപ്പോൾ എന്താ? ലാംഡയാണ് കാണേണ്ടത്. ലാംഡ ഇസ് ഈക്വൽ ടു h/mv ആണ്. ഓക്കെ. ഇവിടെ mv ആക്കി എടുത്താലും മതി, ഇവിടെ ഞാൻ v² എടുത്ത് mv ആക്കി എടുത്താലും മതി. ലാംഡ ഇസ് ഈക്വൽ ടു 6.626 × 10⁻34 ഡിവൈഡഡ് ബൈ മാസ് എത്രയാണ്? 9.1 × 10⁻31 × റൂട്ട് ഓഫ് 2 × 9.1 × 10⁻31 into 3 × 10⁻25 എല്ലാം റൂട്ടിനകത്ത്. ഓക്കെ. ഇങ്ങനെയാണ് ചെയ്യുക. ആൻസർ നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ആൻസർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് ഗിവൺ ഇൻ NCERT ഓൾസോ. ഞാൻ സോൾവ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെ, ഇവിടെ നിന്ന് v റെഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്താലും മതി? mv ഡിറൈവ് ചെയ്തെടുത്താലും മതി. ഇവിടെ mv² mv ഡിറൈവ് ചെയ്തെടുത്താലും മതി. ഓക്കെ. ഇതല്ലാണ്ട് ഇതിന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം ഈ പ്രോബ്ലം ചെയ്യാൻ. അല്ലെങ്കിൽ ദ റിലേഷൻഷിപ്പ് നമുക്കൊരു ഹെഡിങ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. എന്താ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഡ ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് മാറ്റർ വേവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ. നമുക്കെന്താ? ലാംഡ ഈസ് ഈക്വൽ ടു h/mv ആണ്. ഓക്കെ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. അപ്പോൾ നമുക്കൊരു mv നിന്ന് വേണം. അപ്പോൾ mv² ഇസ് ഈക്വൽ ടു 2 × കൈനറ്റിക് എനർജിക്ക് 2 × കൈനറ്റിക് എനർജിക്ക് ഞാൻ E എന്ന്, കൈനറ്റിക് എനർജി E ഇസ് ഈക്വൽ ടു ഹാഫ് mv². അപ്പോൾ എന്താ വരിക? 2 × കൈനറ്റിക് എനർജിക്ക് പകരം E എന്ന് കൊടുത്തു. ഓക്കെ. 2 × എനർജിയാണ് mv². m² v² ഇസ് ഈക്വൽ ടു 2 × m × കൈനറ്റിക് എനർജി. ഞാൻ ഇവിടെ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്താ ചെയ്തത്? ഇവിടെ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ ഇവിടെ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ. m² v² 2. അപ്പോൾ mv all² ഇസ് ഈക്വൽ ടു 2me ആണ്. 2 × മാസ് × കൈനറ്റിക് എനർജി. mv ഇസ് ഈക്വൽ ടു √2m × എനർജിയാണ്. ഓക്കെ. √2m × എനർജി. mv കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? h/mv കാൽക്കുലേറ്റ് ചെയ്യാം. h/mv എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ലാംഡ ഈസ് ഈക്വൽ ടു h/mvക്ക് പകരം √2m × കൈനറ്റിക് എനർജി. ഇക്ക് പകരം നോക്കുകയാണെങ്കിൽ ke എന്ന് കൊടുക്കാം. ദിസ് ഇസ് എ റിലേഷൻ. ഓക്കെ. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? h കൊടുക്കുക, 2 കൊടുക്കുക, മാസ് കൊടുക്കുക, ഈ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ. ഇപ്പോൾ ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ചിലപ്പോൾ ഇതിന് പകരം തരിക ചാർജ് Q ആയിരിക്കും. ചാർജ് Q. ഓക്കെ. ഇലക്ട്രോണിന് മാസ് തരും. അതേപോലെ കൈനറ്റിക് എനർജിക്ക് പകരം തരിക ചിലപ്പോൾ ചാർജ് Q ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V തരാം.
അങ്ങനെയാണെങ്കിൽ ഈ when a charged particle having charge q with a potential difference v is accelerated. Potential difference v is accelerated. അപ്പോൾ എന്തൊക്കെയുള്ളത്? ചാർജ് q, പൊട്ടൻഷ്യൽ ഡിഫറൻസ് v is accelerated. അങ്ങനെയാണെങ്കിൽ then kinetic energy E is equal to q into v. Then kinetic energy E is equal to q into v. അങ്ങനെയാണെങ്കിൽ നമുക്ക് therefore lambda is equal to എന്താ വരിക? Lambda is equal to h by root 2 m e ക്ക് പകരം qv 2m qv. This is another relation. If it is given in terms of charge or that is not velocity, that is potential difference, you can apply this equation. So this is a relationship between lambda and kinetic energy, lambda and charge and potential difference. അങ്ങനെയും നമുക്ക് പറയാം. ഓക്കെ, ഇത്രയുമായിരുന്നു കഴിഞ്ഞ സെഷൻ നമ്മൾ എടുത്തപ്പം പെൻഡിങ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതായത് മാറ്റർ വേവും ഇലക്ട്രോമാഗ്നറ്റിക് വേവും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ, അതേപോലെ ഓർബിറ്റൽ കോൺസെപ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ, അതേപോലെ കൈനറ്റിക് എനർജിയും ലാംഡയും, അതേപോലെ ചാർജും പൊട്ടൻഷ്യൽ ഡിഫറൻസും ലാംഡയും തമ്മിലുള്ള റിലേഷനും. ഓക്കെ, ദാറ്റ് വിൽ ബി വെരി വെരി ഹെൽപ്ഫുൾ ഫോർ ദ പ്രോബ്ലംസ്. ഓക്കെ, അത് കഴിഞ്ഞ സെഷനിലെ പറയേണ്ടതാണ്. സെഷൻ ലോങ് ആയി പോയതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് പോർഷൻ. ഓക്കെ, ആ പോർഷൻ അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഓർബിറ്റൽ ഡിസ്കസ് ചെയ്തു. നമ്മുടെ NCERT-ലെ ഹെഡിങ് ഓർബിറ്റൽ ആൻഡ് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. Orbital and quantum numbers. Orbital is a three-dimensional space around the nucleus where the probability of finding an electron is maximum. Psi square maximum. Orbital. Psi square maximum. അപ്പോൾ അവിടെ പറഞ്ഞു, in a multi-electron system, different electrons have different wave function. എന്താ പറഞ്ഞത്? different ഇന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോയിന്റുകളൊക്കെ ഓർമ്മയാണ് കേട്ടോ. ഡിഫറെൻറ്റ് ഇലക്ട്രോൺസ് ഹാവ് ഡിഫറെൻറ്റ് വേവ് ഫങ്ഷൻ, ഡിഫറെൻറ്റ് സൈ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഇലക്ട്രോൺസിന് ഡിഫറെൻറ്റ് സൈ ഉണ്ടാവും, ഡിഫറെൻറ്റ് വേവ് ഫങ്ഷൻ ഉണ്ടാവും. ദസ് ഡിഫറെൻറ്റ് ഓർബിറ്റൽ. കാരണം ഒരു സൈ ഒരു ഓർബിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ഓർബിറ്റൽ. അപ്പോൾ ഡിഫറെൻറ്റ് ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഷേപ്പ് ഉണ്ട്, ഡിഫറെൻറ്റ് ഷേപ്പ്. ഓക്കെ, ഒക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് എനർജീസ് ഉണ്ട്. ഷേപ്പും എനർജീസും ഒക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാ ഇലക്ട്രോണും ഒരേ സൈ അല്ല, എല്ലാ ഇലക്ട്രോണും ഒരേ ഓർബിറ്റൽ അല്ല എന്ന് പറയാം. ഒരേ ഓർബിറ്റൽ അല്ലാത്തതുകൊണ്ട് ഡിഫറെൻറ്റ് ഓർബിറ്റൽ ആവും, ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് ഡിഫറെൻറ്റ് എനർജീസ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓർബിറ്റൽ, പല ടൈപ്പ് ഓർബിറ്റലുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓർബിറ്റലുകളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നമ്മളെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? മീൻസ് ഇപ്പം നിങ്ങളിൽ ഒരാൾ, സ്റ്റുഡൻസിൽ ഒരാളെ എനിക്ക് റീച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ, ഓർ മെയിൽ ID, ഓർ FB ID, ഓർ ഇൻസ്റ്റ, ഇതിലേതെങ്കിലും ഇരിക്കാം. എനിക്കൊരാൾക്കൊരു എന്തെങ്കിലും ഒരു ലെറ്റർ സെൻഡ് ചെയ്യണമെങ്കിൽ ഓരോരുത്തർക്കും എന്തുണ്ട്? പോസ്റ്റൽ മെയിൽ ID ഉണ്ട്. പോസ്റ്റൽ മെയിൽ ID, അതായത് നമ്മളുടെ അഡ്രസ്സ് എന്ന് പറയും. ആ അഡ്രസ്സിൽ എന്തുണ്ട്? നമ്മുടെ പേരുണ്ടാവും. നിങ്ങളാണെങ്കിൽ സൺ ഓഫ് അല്ലെ ഡോട്ടർ ഓഫ്, വലുതായി കഴിഞ്ഞാൽ അത് കൊടുക്കത്തില്ല. പിന്നെ ഹൗസ് നെയിം, ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ ഡോർ നെയിം ഒക്കെ ഉണ്ടാവും. ഓക്കെ, സ്ട്രീറ്റ് അല്ലെ, ഡിസ്ട്രിക്റ്റ്, അതേപോലെ പിൻകോഡ് ഇതൊക്കെ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഏത് സ്ഥലത്ത്, ഏത് ഡിസ്ട്രിക്റ്റിൽ, ഏത് സ്റ്റേറ്റിൽ, ഏത് ഡിസ്ട്രിക്റ്റിൽ, ഏത് സ്ട്രീറ്റിൽ, ഏത് ഹൗസിൽ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനാണ്. ദാറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് എ പേഴ്സൺ. ഓക്കെ, അതേപോലെ ഇവിടെ ഡിഫറെൻറ്റ് ഓർബിറ്റലുകളുണ്ട്. അപ്പോൾ ഒരാറ്റത്തിൽ ഏത് ഓർബിറ്റലിൽ എങ്ങനെ ഒരു ഇലക്ട്രോൺ നിൽക്കുന്നു, എവിടെയാണ് ഒരു ഇലക്ട്രോൺ നിൽക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു സെറ്റ് ഓഫ് 4 നമ്പേഴ്സ് ഉണ്ട്. ദേ ആർ കോൾഡ് ക്വാണ്ടം നമ്പേഴ്സ്.
അപ്പോൾ നമ്മളുടെ ഹെഡിങ് ഇതാണ്. ക്വാണ്ടം നമ്പേഴ്സ് ഓർബിറ്റലിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് എൻ ഇലക്ട്രോൺ. അങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് എൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ അഡ്രസ്സാണ് ഏത് ഓർബിറ്റലിൽ എങ്ങനെ കാണപ്പെടും. ഓക്കെ, ഇതിൽ അതേപോലെ തന്നെ പറയാം, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് four numbers to represent an electron in an orbital. ഒരു ഓർബിറ്റലിനകത്തുള്ള ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 4 നമ്പറുകളെയാണ് ക്വാണ്ടം നമ്പേഴ്സ്. ദീസ് ക്വാണ്ടം നമ്പേഴ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, എല്ലാം ക്വാണ്ടം മെക്കാനിക്സ് എന്നല്ല. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ബോർ തിയറിയാണ്, പക്ഷേ ദാറ്റ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, ഇറ്റ്സ് എ സെറ്റ് ഓഫ് 4 numbers to represent an electron in an orbital. ഇതിൽ 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ദ ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് n. രണ്ടാമത്തത് അതർ നെയിംസ് ഒക്കെയാണ് ആ സമയത്ത് പറയാം, വേറെയും പേരുകളുണ്ട്. അസിമൂത്തൽ ക്വാണ്ടം നമ്പർ, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് L. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആൻഡ് അസിമൂത്തൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, മൂന്നാമത്തത് തേർഡ് വൺ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ML or M. Fourth one, spin quantum number, that is represented as MS or small letter s. Okay, ഇതിൽ ആദ്യത്തെ 3 ക്വാണ്ടം നമ്പേഴ്സ്, these are obtained from Schrödinger wave equation. These are obtained from Schrödinger wave equation. Okay, and it all defines the wave function. വേവ് ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്ന, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 3 ക്വാണ്ടം നമ്പേഴ്സ് ആണ്. ദിസ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അത് ഓർബിറ്റൽ. ഇറ്റ് ഡിഫൈൻസ് ദ വേവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഓൾ ഡിഫൈൻസ് ഓർബിറ്റലുകളെ പറ്റിയുള്ള പല വിവരങ്ങളാണ്. ഇയാൾ തരുന്ന വിവരമല്ല ഇയാൾ തരുന്ന വിവരമല്ല ഇയാൾ തരിക. ഓരോന്നോരോ നമ്പറാണ്. ഒന്ന് ഫോൺ നമ്പർ ആണെങ്കിൽ മറ്റത് പിൻകോഡാണ് എന്നുള്ള രീതിയിൽ. സ്പിൻ ക്വാണ്ടം നമ്പർ ഡിഫൈൻസ് ഇലക്ട്രോൺ. അതിനൊക്കെ അകത്തുള്ള ഒരാളല്ല ഇലക്ട്രോൺ. ആ ഇലക്ട്രോണിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, സോ ക്വാണ്ടം നമ്പേഴ്സ് ആർ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് which are used to identify or represent electrons in an orbital. ഓക്കെ, അപ്പോൾ ഓർബിറ്റലിനകത്ത് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഓർബിറ്റലിനെ പറ്റി പറയണം. ഏത് വീട്ടിലെന്ന് പറയുന്നത് ആളെ പറ്റി മാത്രമല്ല, വീടിൻ്റെ പേരും എല്ലാം വേണം. ദാറ്റ് മീൻസ് ഓർബിറ്റലിൻ്റെ പേരും വേണം. ആൻഡ് ദാറ്റ് ഈസ് ക്വാണ്ടം നമ്പേഴ്സ്. വിൽ ഡിസ്കസ് വൺ ബൈ വൺ. സോ എന്താണ് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു. ആൻഡ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വാണ്ടം നമ്പർ ഈസ് ദ ഫസ്റ്റ് വൺ. വി ആർ സ്റ്റാർട്ടിങ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. Principal quantum number, it is represented as n. It is proposed by Niels Bohr. നമ്മൾ ബോർ തിയറി പറഞ്ഞിട്ടുണ്ട്. And principal quantum number n can have values 1, 2, 3, 4, etc. Based on these values, he defined the shell. നമ്മൾ ഡിഫറൻസ് പറഞ്ഞില്ലേ, ഷെല്ലുകളെ പറ്റി ഓർബിറ്റിന്റെ കൂട്ടത്തിലാണ് പറഞ്ഞത് ഷെല്ലുകൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇഫ് n is equal to 1, that is L shell, K shell, 2 L shell, M shell, N shell. ഇനി ഇവിടെ 5 ഉണ്ടെങ്കിൽ അത് O shell, ഇവിടെ 6 ഉണ്ടെങ്കിൽ P shell, etc. ഓക്കെ, this is principal quantum number. Principal quantum number defines shells. Okay, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ? It defines shells. ഷെല്ലുകളെ പറ്റിയുള്ള ഇൻഫർമേഷൻ. It defines shells, ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ this is used to define a shell. മനസ്സിലാവുന്നുണ്ടോ?
ഇനി അവിടെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ്, അത് പറയണമെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം ഇവിടെ. അപ്പം നമ്മൾ നേരത്തെ ഈ സ്പെക്ട്രം ഒക്കെ പറഞ്ഞപ്പം ഇവിടെ എനർജി ലെവൽസ്, എനർജി ലെവലുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ n is equal to 1, n is equal to 2, n is equal to 3, n is equal to 4, n is equal to 5, n is equal to 6, etc. n is equal to infinity വരെ. ഓക്കെ, അപ്പോൾ ഇതെന്താ? E is equal to 1, E1, E2, E3, E4, E5, E6 ആണ്. എനർജി അങ്ങോട്ട് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. എനർജി ഈസ് ഇൻക്രീസിങ് in that direction. Energy is increasing in that direction. Okay, energy എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. എനർജി ഇൻക്രീസ് ചെയ്യുന്നു, അറിയാലോ. അപ്പം നമുക്ക് ബോർ മോഡൽ അനുസരിച്ച്, ബോർ മോഡൽ നമ്മൾ കംപ്ലീറ്റ് തള്ളുന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ ഓരോ ആവശ്യത്തിനാണ് ഉപയോഗിക്കും. ബോർ മോഡൽ അനുസരിച്ച് എനർജി എന്ന് പറയുന്നത് En is equal to -RH ഇൻറ്റു ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ 1/n² ആണ്. മറ്റേ Z²/n² ആണ്, 1/n² ഫോർ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, വേർ n ഈസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ n is equal to 1 എന്ന് വെച്ചാൽ എന്താ? അത് K ഷെല്ലാണ്. n is equal to 2 എന്ന് വെച്ചാൽ L ഷെല്ലാണ്. എനർജി ലെവലുകളാണ് അത്. n is equal to 3 എന്ന് വെച്ചാൽ M ഷെല്ല്, N ഷെല്ല്, O ഷെല്ല്, P ഷെല്ല്, എന്നിട്ട് അവിടെ എക്സെട്ര എന്തായിരുന്നു? n is equal to infinity. അതിന് പേരൊന്നുമില്ല, ദാറ്റ് ഈസ് E infinity. ഇങ്ങനെയാണ് ഇത്. അപ്പോൾ En is equal to -RH into 1/n². E1 നോക്ക്, ഇതിൻ്റെത് E1. E1 is equal to -RH into 1/1². E2 is equal to -RH into 1/2². 1/2² 4. ഓക്കെ, അപ്പോൾ എന്താവുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഇലക്ട്രോണിനെ അതിൻ്റെ ഓർബിറ്റിൽ നിന്നും, ബോർ മോഡൽ പറഞ്ഞത് ഓർബിറ്റിൽ നിന്നും നമ്മൾ n is equal to ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോയാൽ ദാറ്റ് ഇലക്ട്രോൺ ഈസ് കൺസിഡേർഡ് ആസ് റിമൂവ്ഡ്. ആ സമയത്ത് അതിൻ്റെ എനർജി എന്ന് പറയുന്നത് 0 ആണ്. അതായത് അപ്പോൾ ആൾ റിമൂവ് ചെയ്താൽ പിന്നെ ഇലക്ട്രോൺ റെസ്റ്റിലാണ്. an electron at rest have energy 0. ഓക്കെ, അപ്പോൾ അവിടെ നിന്നും ഒരു ഓർബിറ്റിലേക്ക് വരുമ്പോൾ എനർജി എന്ത് ചെയ്യാണ്? അവിടെ കുറയാണ്. ഓരോ ഓർബിറ്റിലേക്ക് വരുമ്പോഴും എനർജി കുറയാണ്. അതിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇതൊരു ന്യൂക്ലിയസ്. ഓക്കെ, ആ ന്യൂക്ലിയസിൻ്റെ ഇവിടെ ഒരു ഓർബിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, ഇവിടെ ഒരു ഓർബിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, അതിൻ്റെ പുറത്ത് മറ്റൊരു ഓർബിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ പുറത്താണ് ഇലക്ട്രോൺ ഉള്ളത്. അതെവിടെയുള്ളത്? n is equal to ഇൻഫിനിറ്റിയിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ആ സമയത്ത് അതിൻ്റെ എനർജി E infinity 0 ആണെന്നാണ് പറഞ്ഞത്. ഇനി ഇവിടെയുള്ള ആളെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എനർജി എന്ത് ചെയ്യും? കുറയും. എനർജി ഡിക്രീസ്. അതാണ് ദാറ്റ്സ് വൈ എ നെഗറ്റീവ് വാല്യൂ തരും. എല്ലാത്തിലും നെഗറ്റീവ് -RH ഇൻറ്റു ആ നെഗറ്റീവ് അതുകൊണ്ടാണ്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും എനർജി കുറയും. നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇത് n is equal to ഇൻഫിനിറ്റിയിലുള്ളത്, അതായത് ഡി എക്സൈറ്റേഷൻ പോലെയാണ്. ശ്രദ്ധിക്കുക, ഡി എക്സൈറ്റേഷൻ. അപ്പോൾ എനർജി കുറഞ്ഞു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, എനർജി കുറഞ്ഞു. എനർജി ഈസ് അബ്സോർബ്ഡ് വെൻ ഇറ്റ് ഈസ് മൂവ്ഡ് ഫ്രം ഹയർ എനർജി സ്റ്റേറ്റ് ടു ലോവർ എനർജി സ്റ്റേറ്റ്. ഹയർ എനർജിന്ന് ലോവർ എനർജി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെയാണ് ഏറ്റവും മിനിമം എനർജി ഉണ്ടാവുക. ഇവിടെയാണ് ഏറ്റവും മിനിമം എനർജി ഉണ്ടാവുക. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ന്യൂക്ലിയസ് അവരെ പിടിച്ചു വെക്കും. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഒരു പിടുത്തത്തിലുണ്ടാവുക. അപ്പോൾ അവരുടെ എനർജി ലെവൽ വളരെ, അട്രാക്ഷൻ കൂടിയാൽ എനർജി ലെവൽ കൂടുതലാണ്, കുറവാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ഈ മൈനസിൻ്റെ വാല്യൂ നോക്കുക. മൈനസ് എന്ന് വെച്ചാൽ അവിടെ നിന്നാണ് കുറയാണ്. ഓക്കെ, എനർജി റിലീസ് ചെയ്യാന്നല്ല, എനർജി അവിടെ എന്ത് ചെയ്യാൻ? ഡിക്രീസ് ചെയ്യാൻ. എനർജി 0യിൽ നിന്നാണ് ഡിക്രീസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മൈനസ് വാല്യൂ ഉള്ളത്. അപ്പോൾ -RH ചെറുതാണ് -RH/4 എന്ന് പറയുന്നത്. -RH/4 എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് വാല്യൂ അല്ലേ, അപ്പോൾ വലുതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും എന്താ? ഈ ഒരു കേസിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും E2 is greater than E1 അല്ലേ? കാരണം എന്താ? ഇതാണ് വലുത്, മൈനസ് വാല്യൂ ആണ് ചെറുതാവുന്നത്. മൈനസ് ഒഴിവാക്കിയ വാല്യൂ ചെറുതാവുന്നു, മൈനസ് ആഡ് ചെയ്യുമ്പോൾ അത് വലുതാവുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന്, അതായത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെത് എന്താണ്? E1, ഇത് E2, ഇത് E3. അവിടെ നിന്ന് അങ്ങോട്ട് നിന്ന് എനർജി കൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരാം, E1 ലെസ് ദാൻ E2 ലെസ് ദാൻ E3 എന്ന് വരും. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ എനർജി അവിടുന്ന് കൂടുകയാണ്. എനർജി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടുന്നതിനനുസരിച്ച് എനർജി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു.
പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടുന്നതിനനുസരിച്ച് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് എനർജി is directly proportional to principal quantum number. That is, as n increases, energy also increases. Okay, എങ്ങനെ അതിന്റെ ഇക്വേഷൻ? En is equal to minus RH into for other atoms z square by n square ആണ്. അപ്പോൾ നമ്മളൊരു പോയിന്റ് പറഞ്ഞു, it defines the shell എന്ന് പറഞ്ഞു. ഷെല്ലിനെ ഡിഫൈൻ ചെയ്യുന്നു. ഓൾസോ ഇറ്റ് ഡിഫൈൻസ് ദ എനർജീസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡിഫറൻഷ്യൽ. വ്യത്യസ്ത ഷെല്ലുകളിലുള്ള എനർജീനെ എന്ത് ചെയ്യുന്നുണ്ട്? എൻ അറിഞ്ഞാൽ മതി, അത് ബോസ് മോഡലിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇറ്റ് ഡിഫൈൻസ് ദ എനർജീസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡിഫറൻഷ്യൽസ്. ക്ലിയർ ആണല്ലോ? മറ്റൊരു കാര്യം, അതേപോലെ ആറിൻ്റെ ഒരു ഇക്വേഷൻ, Rn is equal to A0 into n square by z. എന്നിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് R0 കൂടും. അപ്പോൾ ഇറ്റ് ഡിഫൈൻസ് ദ റേഡിയസ് ഓഫ് ഓർബിറ്റൽ, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ഷെല്ലിൻ്റെ റേഡിയസ്. അപ്പോൾ ഷെല്ലിൻ്റെ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് എന്താവും? ആൻഡ് ഹെൻസ് സൈസ് ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സൈസിനെ കൂടി ഡിഫൈൻ ചെയ്യുന്നു. ഇതാണ് ഇക്വേഷൻ. മനസ്സിലായില്ലേ? n square by z. അപ്പോൾ എന്തൊക്കെ ഡിഫൈൻസ് ദ ഷെൽ? ഇറ്റ് ഡിഫൈൻസ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ഡിഫറൻഷ്യൽ, ദ റേഡിയസ് ഓഫ് ഷെൽ ആൻഡ് ഹെൻസ് ദ സൈസ് ഓഫ് ആറ്റം. ഷെല്ലിൻ്റെ റേഡിയസ് കിട്ടിയ ഷെല്ലിൻ്റെ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് എന്താ നിങ്ങൾ നോക്കുക, ഇവിടെ ന്യൂക്ലിയസ് ഈ റേഡിയസ് ഇപ്പോൾ ഇത്രയാണുള്ളത്, വേറൊന്ന് അതിൻ്റെ റേഡിയസ് ഇത്രയുണ്ടെങ്കിൽ ആറ്റത്തിൻ്റെ സൈസ് കൂടുതലല്ലേ? ദാറ്റ് ഈസ് ദ സൈസ് ഓഫ് ആറ്റം. ദീസ് ആർ ദ യൂസസ് ഓഫ് വാട്ട്? These are the uses of principal quantum number. Principal quantum number defines a shell, it defines the energies of electron, it defines the radius of atom, that is hence the size of atom. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതിൻ്റെ വാല്യൂസ് n is equal to 1, 2, 3 etc. ഷെല്ല് K, LMN. ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതായിരുന്നു നമ്മളുടെ എനർജി ലെവലുകൾ. ഓക്കെ, എനർജി ലെവലുകളായിരുന്നു. ഇവിടെ n is equal to 1, n is equal to 2, n is equal to 3, n is equal to 4, n is equal to 5, n is equal to 6 etc. ഇവിടെ E1, E2, E3, E4, E5, E6. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താ എനർജി ഏറ്റവും കൂടുതലായിരിക്കും? E ഇൻഫിനിറ്റിക്കാണ്. E ഇൻഫിനിറ്റി ഗ്രേറ്റർ ദാൻ E3, ഗ്രേറ്റർ ദാൻ E2, ഗ്രേറ്റർ ദാൻ E1. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? E1 ഏറ്റവും ചെറുത് അല്ലേ? എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് E1, E2 ഗ്രേറ്റർ ദാൻ E3 ഗ്രേറ്റർ ദാൻ എക്സെട്ര E ഇൻഫിനിറ്റി. ആ E ഇൻഫിനിറ്റിക്ക് 0 ആണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? ദീസ് ഓൾ വാല്യൂസ് ആർ നെഗറ്റീവ്. ഇതാണ് ഓർഡർ, എനർജീൻ്റെ ഓർഡർ. ആൻഡ് ദിസ് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കിട്ടിയാൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം ബൈ യൂസിങ് ദ ഇക്വേഷൻ. ഓക്കെ, ഇനി വേറൊരു കാര്യം ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, എനർജിൻ്റെ ഡിഫറൻസ്, ദാറ്റ് ഈസ് ഡെൽറ്റ ഇ. ഓക്കെ, ഞാനത് ഡെൽറ്റ E1 എന്ന് കൊടുക്കുകയാണ്. ദാറ്റ് ഡെൽറ്റ E1 ഈസ് ഈക്വൽ ടു E2 മൈനസ് E1. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു എനർജി ഡിഫറൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ഡെൽറ്റ E2. ഡെൽറ്റ E2 ഈസ് ഈക്വൽ ടു E3 മൈനസ് E2 ആണ്. ഓക്കെ, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ഡിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ഡെൽറ്റ E3. ഡെൽറ്റ E3 ഈസ് ഈക്വൽ ടു E4 മൈനസ് E3 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ഡിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ഡെൽറ്റ E4. ഡെൽറ്റ E4 ഈസ് ഈക്വൽ ടു E5 മൈനസ് E4 ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇങ്ങനെ സൈസ് കുറഞ്ഞു വരുന്നത് നിങ്ങൾ ഫിഗർ കണ്ടപ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് പറയാൻ പറ്റും, കാരണം പറയാം, എനർജി എന്ന് പറയുന്നത് ഓർഡർ ഞാൻ പറഞ്ഞു. ഇവിടെ ഡെൽറ്റ E1 വളരെ കൂടുതലാണ് ദാൻ ഡെൽറ്റ E2, ദാൻ ഡെൽറ്റ E3, ദാൻ ഡെൽറ്റ E4 എക്സെട്ര. ഓക്കെ, ഓരോ അഡ്ജസൻറ്റ് എനർജി ലെവലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു അഡ്ജസൻറ്റ് ഇതും അല്ലാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് അല്ല, ഇതും തമ്മിലുള്ളത് ഉള്ള അത്രയും അവിടെ നിന്ന് അങ്ങോട്ടില്ല. കാരണം എന്താ? ആദ്യത്തെ ആളെന്ന് വെച്ചാൽ ന്യൂക്ലിയസിൻ്റെ അടുത്താണ്. അതായത് ആദ്യത്തെ ആള് എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്
ആ ന്യൂക്ലിയസിൻ്റെ അടുത്തൊരു ഓർബിറ്റ് അല്ലെ ഓർബിറ്റർ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു ഓർബിറ്റ് ഉണ്ട്, അതിൻ്റെ ഇവിടെ ഒരു ഓർബിറ്റ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത് ന്യൂക്ലിയസിൻ്റെ ക്ലോസ് വിസിനിറ്റിയിലാണുള്ളത്, ക്ലോസ് അട്രാക്ഷനിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്നും ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ചാടണമെങ്കിൽ കുറച്ച് പണിയാണ്, ബിക്കോസ് ദേ ആർ മോർ അട്രാക്റ്റഡ്. അപ്പോൾ നമ്മൾ മോർ അട്രാക്റ്റഡ് ബൈ ദ ന്യൂക്ലിയസ്, അപ്പോൾ നമ്മൾ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യാനുള്ള അത്രയും ബുദ്ധിമുട്ടില്ല ഇവിടുന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുന്ന് അല്ല കേട്ടോ, ദാറ്റ്സ് എ മിസ്റ്റേക്ക്. എന്താ മിസ്റ്റേക്ക്? ന്യൂക്ലിയസാണ് ഞാൻ കാണിച്ചത്, ഇലക്ട്രോൺ. ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യാനുള്ളത് മാറിപ്പോയതാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യാനുള്ള എനർജി വളരെ കൂടുതലാണ്. ന്യൂക്ലിയസിൽ എന്തില്ല, ഇലക്ട്രോൺ ഇല്ലല്ലോ. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യും, കാരണം ദേ ആർ ഇൻ ക്ലോസ് വിസിനിറ്റി ഓഫ് ഇലക്ട്രോൺ ന്യൂക്ലിയസ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്യാൻ എന്താണ്, ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് അധികം ഉണ്ടല്ലോ, അപ്പോൾ അത് ഈസിയാണ്. സോ അപ്പോൾ ആസ് വി മൂവ് അവേ ഫ്രം ദ ന്യൂക്ലിയസ് ദ എനർജി ഡിഫറൻസ് ഡിക്രീസസ്. അതാ പറഞ്ഞത് ഡെൽറ്റ E1 ആണ് ഏറ്റവും കൂടുതൽ, എന്നാൽ എനർജിൻ്റെ ഓർഡർ E1 ആണ് ഏറ്റവും ചെറുത്. ഇയാൾക്ക് എനർജി ലോ ആണ്, എനർജി ലോ, പക്ഷെ ഡെൽറ്റ E വലുതാണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വലുതാണ്, ഇത് വളരെ ചെറുതാണ്. അപ്പോൾ അതിനേക്കാൾ എത്രയോ കൂടിയതാണ് ഇവിടെ, പിന്നെ ചെറുതായിട്ടേ കൂടുന്നുള്ളൂ. ദാറ്റ് മീൻസ് എന്താ, നിയർ ദ ന്യൂക്ലിയസ് ദ അട്രാക്ഷൻ ഈസ് ഹയർ, സോ മോർ എനർജി ഈസ് റിക്വയർഡ് ഫോർ ദ എക്സൈറ്റേഷൻ. സോ ഡെൽറ്റ E1 ഗ്രേറ്റർ, അതായത് എനർജിൻ്റെ ഓപ്പോസിറ്റ് ഓർഡറാണ് എനർജി ഡിഫറൻസിന് എന്നുകൂടി ഓർക്കുക. ആ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും വൈ ദാറ്റ് ട്രെൻഡ് ഈസ് ലൈക്ക്. ആദ്യം കൂടുതൽ, പിന്നെ കുറഞ്ഞു, പിന്നെ കുറഞ്ഞു ഇങ്ങനെ എന്ത് ചെയ്യാണ്, ശരിക്കും ഇൻഫിനിറ്റിയിലെത്തുമ്പോൾ അവിടെ ഡിസ്റ്റിങ്ക്റ്റ് ലെവലുകൾ കാണാൻ പറ്റാത്ത രീതിയിൽ ഇത് എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, അത്രയും അടുത്തടുത്താണ് ഉണ്ടാവുക, കാരണം അവർ നമ്മൾ എനർജി ഡിഫറൻസ് അത്രക്ക് കുറവായിരിക്കും. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആൻഡ് ദ ഡീറ്റെയിൽസ്. ഓക്കെ, രണ്ടാമത്തത് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എന്താ? പ്രിൻസിപ്പൽ എന്നുള്ളതിൻ്റെ അർത്ഥം, വാട്ട് യു മീൻ ബൈ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ദ ഇമ്പോർട്ടൻറ്റ്, അല്ലേ, ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആൾ, അതല്ലേ? ഹു ഇസ് എ പ്രിൻസിപ്പൽ ഇൻ യുവർ സ്കൂൾ? ദ മെയിൻ ടീച്ചർ, ഇമ്പോർട്ടൻറ്റ് ടീച്ചർ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ചീഫ് ടീച്ചറാണ്. അതേപോലെ ചീഫ് കോണ്ടന്റ് നമ്പർ ആണ് ഇമ്പോർട്ടൻറ്റ്. അസിമുത്തൽ കോണ്ടന്റ് നമ്പർ ഇറ്റ് ഈസ് റിപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ L. Okay, and that is also called subsidiary content number. Subsidiary content number. സബാണ്, മറ്റേ പോലെ എന്തല്ല, പ്രിൻസിപ്പൽ അല്ല, സബ്സിഡറി കോണ്ടന്റ് നമ്പർ. ഇതിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, അത് പറയുമ്പോൾ ഫില്ല് ചെയ്യാം. സോ സബ്സിഡറി കോണ്ടന്റ് നമ്പർ ആണിത്. അപ്പോൾ ഇതിനെ L എന്നാ റിപ്രസെൻറ്റ് ചെയ്യാം. L can have values 0 to n-1. ഇതിന് 0 to n-1 വാല്യൂസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂസ് 0 to n-1. അപ്പോൾ നിങ്ങൾക്ക് ഇഫ് ദ കേഷൽ ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. ഇഫ് യു ആർ ടേക്കിംഗ് എ കേഷൽ, എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 0 to 1-1, 0. എൽ ഷെല്ലാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക, എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 0 to 2-1, 1. 0 and 1. എം ഷെല്ലാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക, എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 0 to 3-1, 0, 1, 2 ആണ്. ആൻഡ് എൻ ഷെല്ലാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക, എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 4-1, 3, 0 to 3, 0, 1, 2, 3 ഇങ്ങനെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, എല്ലിന് 0 മുതലുള്ള വാല്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എൽ ക്യാൻ ഹാവ് വാല്യൂസ്. എങ്ങനെയാണ് വാല്യൂസ് ഉള്ളത്? എൽ ക്യാൻ ഹാവ് വാല്യൂസ് 0, 1, 2, 3, 4, etc. L can have values 0, 1, L can have values 0, 1, 2, 3, 4, etc. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ they defined the subshell. സബ്ഷെല്ലുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. Okay, let's see how the subshell is defined. If the value of L is 0, the subshell is S. If it is 1P, if it is 2D, and if it is 3F, if it is 4G, അവിടെ അങ്ങോട്ട് H അങ്ങനെ പോകും, HI അങ്ങനെ പോകും. If it is 5G, H പിന്നെ I. അത് നമുക്ക് എലമെൻറ്റുകളിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്. ഓക്കെ, റിപ്പീറ്റിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തായാലും പഠിച്ചതാണ്.
പക്ഷെ നമുക്ക് ജി ബ്ലോക്ക് ഇല്ല. എന്ന് വെച്ചാൽ എലമെന്റ് അറ്റോമിക് നമ്പർ അതുവരെ എത്തിയിട്ടില്ല, ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് ഫില്ല് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടില്ല. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. ഈ ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട് ശരിക്കും. SPDF വരെ അവിടെ നിന്ന് അങ്ങോട്ട് ആൽഫബറ്റിക്കൽ ഓർഡറാണ്. എഫിന് ശേഷം GHIJK അങ്ങനെ പോകും. ഓക്കെ, സ്മോൾ ലെറ്റർ ആണ് എല്ലാം. അപ്പോൾ അങ്ങനെ പോകും. അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണം ആൽഫബറ്റിക്കൽ ഓർഡർ. എസിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എസ് ഈസ് ഷാർപ്പ്. കാരണം ഈ എസ് സബ്ഷെൽ എടുത്താൽ അതിൻ്റെ ലൈനുകൾ വളരെ ഷാർപ്പാണ്. ഷാർപ്പ് ലൈൻസ് കിട്ടും. ഷാർപ്പ് ഒരു സ്പെക്ട്രം എടുത്താൽ ഷാർപ്പ് ലൈൻസ്. ഓക്കെ, ഷാർപ്പായിട്ടുള്ളൊരു പീക്കാണ് കിട്ടുക. ഓക്കെ, സോ ദാറ്റ് ഈസ്. മറ്റത് പ്രിൻസിപ്പൽ, അതിലേറ്റവും മേജർ ലൈനുകൾ കിട്ടുക പിയിൽ നിന്നാണ്. ഡി എന്ന് വെച്ചാൽ ഡിഫ്യൂസ്ഡ്. ഒരു സ്പെക്ട്രം എടുത്താൽ അതിൻ്റെ പീക്കുകൾ എടുത്താൽ അതിൻ്റെ ലൈനുകൾ ഇങ്ങനെ ഡിഫ്യൂസ്ഡ് ആയിരിക്കും, ഷാർപ്പ് അല്ല. ഓക്കെ, ഡിഫ്യൂസ്ഡ് ലൈൻസ്. ഓക്കെ, ആൻഡ് എഫ് ഈസ് ഫണ്ടമെന്റൽ. അതിൻ്റെ നേച്ചർ ഓഫ് സ്പെക്ട്രം വെച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ പേര് കൊടുത്തത്, എഫ് ഫിസിക്കൽ ഫണ്ടമെന്റൽ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് GHI is the continuation, alphabetical continuation. Okay, so these are the subshells. സബ്ഷെല്ലുകൾ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്കൊരു ഷെല്ല് വാല്യൂ ഓഫ് n. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ Lൻ്റെ വാല്യൂ ആൻഡ് വാട്ട് വിൽ ബി ദ സബ്ഷെൽ നൊട്ടേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷെല്ല് K ഷെല്ല്, Nൻ്റെ വാല്യൂ 1, L എന്ന് പറയുന്നത് 0. ഓക്കെ, ഷെല്ല് L ഷെല്ല്, Nൻ്റെ വാല്യൂ 2, 0, 1. M ഷെല്ല് 3, 0, 1, 2. N ഷെല്ല് 4, 0, 1, 2, 3. ഓക്കെ, അപ്പോൾ സബ്ഷെൽ നൊട്ടേഷൻ എന്ന് പറയുന്നത് L 0 ആണെങ്കിൽ എന്താ S ആണ്, L 0 ആണെങ്കിൽ S ആണ്, L ഈ സ്മോൾ ലെറ്റർ L 1 ആണെങ്കിൽ P ആണ്, 0 ആണെങ്കിൽ S, 1 ആണെങ്കിൽ P, 2 ആണെങ്കിൽ D, 0 ആണെങ്കിൽ S, 1 ആണെങ്കിൽ P, 2 ആണെങ്കിൽ D, 3 ആണെങ്കിൽ F. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്തുള്ളത്, സബ്ഷെൽ നൊട്ടേഷൻസ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനൊന്ന് കോളമാക്കി എടുക്കാം. ഇത് K ഷെൽ, ഇത് L ഷെൽ, ഇത് M ഷെൽ. ഓക്കെ, അപ്പോൾ ഇവിടെ S ഉണ്ട്, ഇവിടെ S ഉണ്ട്, ഇവിടെ S ഉണ്ട്, ഇവിടെ S ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് K ഷെല്ലിൽ S, L ഷെല്ലിൽ S ഇങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ അതിൻ്റെ നൊട്ടേഷൻ എന്ന് വെച്ചാൽ ശരിക്കും NL ആണ്. NL, Lൻ്റെ വാല്യൂ കൊടുക്കുക S, Nൻ്റെ വാല്യൂ കൊടുക്കുക, അതിൻ്റെ നൊട്ടേഷനാണ്. അപ്പോൾ ഇവിടെ 1S എന്ന് വെച്ചാൽ K ഷെല്ലിൽ S. അപ്പോൾ ഇതോ ഇവിടെ 2 ആണ്, 2S, L ഷെല്ലിൽ S. ഇതെന്താ 2P. ഓക്കെ, ഇത് 3S, 3P, 3D എല്ലാം ഇതിൻ്റെ വാല്യൂ. 4S, 4P, 4D, 4F. ഓക്കെ, ഇങ്ങനെയാണ് സബ്ഷെൽ നൊട്ടേഷൻ വരിക. അല്ലാണ്ട് എല്ലാ S ഓർബിറ്റിലും ഒരു നൊട്ടേഷൻ അല്ല. K ഷെല്ലിലൊക്കെ ആകുമ്പോൾ that depends on its principal quantum number. Okay, hope you understand. അപ്പോൾ നമ്മളിവിടെ സബ്ഷെല്ലുകളെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു പോയിന്റാണ് ഇറ്റ് ഡിഫൈൻഡ് ദ സബ്ഷെൽ. സബ്ഷെല്ലുകളെ പറ്റി പഠിച്ചു. ഇറ്റ് ഡിഫൈൻഡ് ദ സബ്ഷെല്ലിനെ പറ്റി ഇൻഫർമേഷൻ തന്നു. ഈ സബ്ഷെല്ലുകൾക്ക് S സബ്ഷെല്ലുണ്ട്, P സബ്ഷെല്ലുണ്ട്, D സബ്ഷെല്ലുണ്ട്, F സബ്ഷെല്ലുണ്ട്. ഇതിൽ ഓരോന്നിനും ഓരോ ഷേപ്പുകളാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഷേപ്പ് പറയാനാവുന്നുള്ളൂ. S സബ്ഷെൽ എടുത്താൽ ദാറ്റ് ഈസ് സ്ഫെറിക്കൽ. അതിൻ്റെ കാരണങ്ങൾ കുറേ ഷേപ്പ് ഓഫ് ഓർബിറ്റ് നമുക്ക് വേറെ തന്നെ പഠിക്കാനുണ്ട്. P എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡംബലാണ്. ഡംബ് ബെൽ. ഓക്കെ, അപ്പോൾ ഏത് ഓർബിറ്റൽ, ഇത് ഡബിൾ ഡംബലാണ്. ഇത് നമുക്ക് പഠിക്കാനില്ല, അത് ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ്. ഓക്കെ, ഒരുപാട് ലോബുകൾ, ഇതൊരു ലോബ് എന്ന് പറയും. ഇവിടെ 2 ലോബുള്ള സ്ട്രക്ചറാണ് ഡംബൽ എന്ന് പറയുന്നത്. 4 ലോബുള്ള സ്ട്രക്ചർ, അതിനേക്കാൾ കൂടുതൽ ലോബുകളുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ S ആണെന്ന് മനസ്സിലായാൽ അതിൻ്റെ ഷേപ്പ് മനസ്സിലായി, P ആണെന്ന് മനസ്സിലായി അതിൻ്റെ ഷേപ്പ് മനസ്സിലായി, D ആണെന്ന് മനസ്സിലായി അതിൻ്റെ ഷേപ്പ് മനസ്സിലായി, F ആണെന്ന് മനസ്സിലായി അതിൻ്റെ ഷേപ്പ് മനസ്സിലായി. S ആണെന്ന് എങ്ങനെ മനസ്സിലാവുക? Lൻ്റെ വാല്യൂ 0 ആണെങ്കിൽ S, 1 ആണെങ്കിൽ P, 2 ആണെങ്കിൽ D, 3 ആണെങ്കിൽ F. അപ്പോൾ Lൻ്റെ വാല്യൂ മനസ്സിലായാൽ എന്ന് വെച്ചാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ യു ക്യാൻ ഐഡന്റിഫൈ ദ ഷേപ്പ് ഓഫ്. ശരിക്ക് ഈ സബ്ഷെല്ലിനകത്ത്
പി എസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓർബിറ്റലുകളുണ്ട്. ഇപ്പോൾ എസിനകത്ത് ഒരു ഓർബിറ്റൽ ഉണ്ട്, അതിനെ നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഇതിന്. അപ്പൊ എസിനകത്ത്, അതായത് ഷെല്ലിനകത്ത് സബ്ഷെല്ലിനകത്ത് ഓർബിറ്റൽ, എസിനകത്ത് ഒരൊറ്റ ഓർബിറ്റലേ ഉള്ളൂ. ഓക്കെ, എസിനകത്ത് ഒരൊറ്റ ഓർബിറ്റലേ ഉള്ളൂ. പിക്കകത്ത് പക്ഷെ 3 ഓർബിറ്റലുകളുണ്ട്. പി 3 ടൈപ്പ് പി ഉണ്ട്. പക്ഷെ പി എന്നേ ആര് പറയുള്ളൂ? എല്ലിന്റെ വാല്യൂ ഉണ്ടാകുമ്പോൾ ഒരു പി എന്നേ മനസ്സിലാവുള്ളൂ. ഇവിടെ ശരിക്ക് അത് ഒന്ന് എക്സ് ആക്സിൽ, ഒന്ന് വൈ ആക്സിൽ, ഒന്ന് സെഡ് ആക്സിൽ വേണം. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ ഡംബൽ എന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ളതുണ്ട്, ഇങ്ങനെയുള്ളതുണ്ട്, വൈ ആക്സിലുള്ളതുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ആക്സിസിൽ ഇങ്ങനെ ഉള്ളതുണ്ട്, ഇങ്ങനെയുള്ളതുണ്ട്, ഇങ്ങനെയുള്ളതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ 3 ഓർബിറ്റൽ. ഡി എന്ന് വെച്ചാൽ അവിടെ 5 ആളുകളുണ്ട്. 1 2 3 4 5. ഓക്കെ, 5 ആളുകളുണ്ട്. അപ്പോൾ പക്ഷെ ആ 5 ആളുണ്ടെന്ന് ഇതിന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എസ് സബ്ഷെൽ എന്ന് പറയും, എസ് ഓർബിറ്റൽ എന്ന് പറയും. കാരണം എന്താ? എസ് സബ്ഷെല്ലിനകത്തൊരു ഓർബിറ്റൽ ഉണ്ട്. ആ എസ് സബ്ഷെല്ലിനകത്തുള്ള ഓർബിറ്റലിനെ നമ്മൾ എസ് ഓർബിറ്റൽ എന്ന് പറയാം. പി സബ്ഷെല്ലിനകത്തുള്ള ഓർബിറ്റലിനെ പി ഓർബിറ്റൽ എന്ന് പറയാം. ഡി സബ്ഷെല്ലിനകത്തുള്ള ഓർബിറ്റലിനെ ഡി ഓർബിറ്റൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡി പി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണെങ്കിലും വൈ ആക്സിസിലാണെങ്കിലും സെഡ് ആക്സിസിലാണെങ്കിലും അതിന്റെ ഷേപ്പ് ഡംബലാണ്. അപ്പോൾ നമ്മൾ പറയും ഇറ്റ് ഡിഫൈൻഡ് the shape of orbitals, shape of subshells എന്ന് പറയാം. സബ്ഷെല്ലിന്റെ ഷേപ്പാണത്, അതിനകത്തുള്ള ഓർബിറ്റലിന്റെ കൂടെ ഷേപ്പാണ്. അപ്പൊ അങ്ങനെയും ഇറ്റ് ഡിഫൈൻഡ് ദ ഷേപ്പ് ഓഫ് സബ്ഷെൽ. സബ്ഷെല്ലിന്റെ ഷേപ്പ് തന്നെയായിരിക്കും ഓർബിറ്റൽ. കാരണം എന്താ? ഓരോ ഇതിവിടെ 3 ഓർബിറ്റൽ, ഇതൊരു ഓർബിറ്റൽ, ഇതൊരു ഓർബിറ്റൽ, ഇതൊരു ഓർബിറ്റൽ. പക്ഷെ അതിന് 3നും കൂടി നമ്മൾ പി എന്നാ പറയാം. അപ്പൊ പിയിലേക്കകത്ത് 3 ഓർബിറ്റൽ ഉണ്ട്. പി സബ്ഷെൽ, 3 പി ഓർബിറ്റൽസ്. ഓക്കെ, ഇറ്റ് ഡിഫൈൻഡ് ദ ഷേപ്പ് ഓഫ് സബ്ഷെൽ ഓർ ഓർബിറ്റൽസ്. ഇനി വേറൊന്ന്, ഇറ്റ് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഇറ്റ് എക്സ്പ്ലെയിൻഡ് ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. നേരത്തെ നമ്മൾ ആംഗുലാർ മൊമെന്റം പഠിച്ചിട്ടുണ്ട്. ആംഗുലാർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ് mvr is equal to nh/2π. That is according to Bohr. പക്ഷെ ഇവിടെ അതല്ല. ആംഗുലാർ മൊമെന്റം ഈസ് ക്യാപിറ്റൽ എൽ. ആംഗുലാർ മൊമെന്റം എന്താ? ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. സർക്കുലർ പാത്ത് ഒന്നുമല്ല, വേവ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ന്യൂക്ലിയസിന് ചുറ്റും വേവ് ആയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു എന്തുണ്ട്? ഒരു ആംഗുലാർ മൊമെന്റം ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. ദാറ്റ് എൽ, ക്യാപിറ്റൽ എൽ is equal to h/2π into root of l into l+1. L is azimuthal quantum number. L is azimuthal quantum number. Okay, NCERT equation illa, പക്ഷേ we need this for entrance. L is equal to h/2π into root of l into l+1. L is equal to h cross into root of l into l+1. That is another equation where h cross is a constant that is equal to h/2π. Okay, അതുകൊണ്ട് തന്നെ ഇതിന് എന്തൊക്കെ പേരുണ്ടായിരുന്നു? അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർ സബ്സിഡറി ക്വാണ്ടം നമ്പർ. സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? സബ്ഷെല്ലുകളെ ഡിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ. ഓർബിറ്റൽ ആംഗുലർ, ഞാൻ പറഞ്ഞു മൂന്നാമതൊരു പേരുണ്ട്, ഇപ്പൊ പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്നൊരു പേര് കൂടിയുണ്ട്. Because it defines the orbital angular momentum. Okay, that is h/2π into root of l into l+1. H cross into root of l into l+1. Okay, ഇവിടെ പറയാൻ പറയാത്തൊരു സംഗതി എന്ന് പറയുന്നത് who proposed this? It is proposed by a scientist. His name is Sommerfeld. Sommerfeld എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, സോമർഫീൽഡ് പ്രപ്പോസ്ഡ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ആക്ച്വലി നമ്മൾ തോംസൺസ് മോഡൽ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ റുദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ കഴിഞ്ഞു, ബോർ മോഡൽ കഴിഞ്ഞിട്ട് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് വരികയാണ് ചെയ്തത്. പക്ഷെ അവിടെ വേറൊരു മോഡലുണ്ട്, ദാറ്റ് ഈസ് നമ്മുടെ സിലബസിലില്ല. ദാറ്റ് ഈസ് സോമർഫീൽഡ് മോഡൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, പക്ഷെ ഒരു പോയിന്റ് പറയാം. സോമർഫീൽഡ് മോഡൽ ഓഫ് ആറ്റം. സോമർഫീൽഡ് ആണ് സബ്ഷെൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. സബ്ഷെൽ. ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജനിൽ ഡബ്ലറ്റുകളൊക്കെ ഉണ്ടായപ്പോൾ സോമർഫീൽഡ് പുതിയൊരു സ്റ്റഡി നടത്തി. അവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ഹി ഡിസ്ക്രൈബ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് കോൾഡ് ഓർബിറ്റ്. പക്ഷേ ഓർബിറ്റുകൾ എലിപ്റ്റിക്കലാണ്. എലിപ്റ്റിക്കലാണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരേ ലെങ്ത് അല്ല. ഓക്കെ, അപ്പോൾ
എല്ലായിടത്തും ഒരേ ലെങ്ത് അല്ല. അപ്പോൾ എലിപ്റ്റിക്കൽ ഓർബിറ്റ് പ്രപ്പോസ് ചെയ്ത് സോമർഫീൽഡ് ആണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, he proposed the concept of elliptical orbit and he also introduced azimuthal quantum number and he also introduced subshell concept. Clear ആണല്ലോ? And we are moving to the next quantum number, that is the third one is magnetic orbital quantum number. Magnetic orbital quantum number. Okay, ഈ മൂന്നാളുകൾ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ML or M, ഈ മൂന്ന് ക്വാണ്ടം നമ്പേഴ്സും കിട്ടിയിരിക്കുന്നത് പിന്നെ ബൈ സോൾവിങ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്വാണ്ടം മെക്കാനിക്കൽ കോൺസെപ്റ്റ് ആണ്. ബട്ട് അടുത്തത് അങ്ങനെയല്ല. സോ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ഇറ്റ് ഈസ് ഓൾസോ പ്രപ്പോസ്ഡ് ബൈ സോമർഫീൽഡ്. ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെയും സാധാരണ ചോദിക്കുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ സോമർഫീൽഡ്. അപ്പോൾ നമുക്ക് ഈ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിനെ പറ്റി ആദ്യം അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതായത് ഒരു ഷെല്ലുണ്ട്, ഷെല്ലുകൾ K, L, M, N ഷെല്ലുകൾ, സബ്ഷെല്ലുകളുണ്ട്, ദാറ്റ് ഈസ് S, P, D, F സബ്ഷെല്ലുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു സ്പെക്ട്രം എടുത്തപ്പോൾ അവിടെ ലൈനുകൾ കിട്ടി. ഈ ലൈനുകൾ കിട്ടാനുള്ള കാരണം K എന്ന് Lലേക്ക് ട്രാൻസിഷൻ നടന്ന് തിരിച്ചു വരുന്നുണ്ട്, L എന്ന് Mലേക്ക് ട്രാൻസിഷൻ നടന്ന് തിരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ ഫൈൻസ് ലൈനുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ക്ലോസ്ലി സ്പേസ്ഡ് ലൈൻസ്. അതിൻ്റെ കാരണം എന്താ? S എന്ന് Pയിലേക്ക് ചാടി, അതായത് K ഷെല്ലിൽ S സബ്ഷെല്ലുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു N=1 ആകുമ്പോൾ L 0 ആണ്. L ഷെല്ലിൽ എസും പിയും ഉണ്ട് അല്ലേ? എങ്ങനെ മനസ്സിലായി? എല്ലിന്റെ വാല്യൂ L, അതായത് ക്യാപിറ്റൽ L ആകുമ്പോൾ N എത്രയാ? N=2 ആണ്. അപ്പോൾ 0, 1 ആണ് വരിക. M ഷെൽ ആകുമ്പോൾ എസും പിയും ഡിയും ഉണ്ട്. N ഷെൽ ആകുമ്പോൾ എസും പിയും ഡിയും എഫും ഉണ്ട്. ഓക്കെ, കാരണം N=4 ആകുമ്പോൾ 0, 1, 2, 3 വരെ വരും. ഓക്കെ, അപ്പോൾ ഈ സബ്ഷെല്ലുകൾക്കിടയിൽ ചെറിയ ജമ്പിങ് ഉണ്ട്. അതുകൊണ്ടാണ് ഡബ്ലറ്റുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഡബ്ലറ്റുകളൊക്കെ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? സബ്ഷെല്ല് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്തേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡോ ഇലക്ട്രിക് ഫീൽഡോ വെച്ചപ്പോൾ അവിടെ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടായിരുന്നു. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാർക്ക് എഫക്റ്റ്. ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് സ്റ്റാർക്ക് എഫക്റ്റ് ആൻഡ് സീമാൻ എഫക്റ്റ്. ഇതെന്തുകൊണ്ട് എന്നുള്ള സ്റ്റഡീസ് ഒരുപാട് നടന്നു. ഓക്കെ, അപ്പോഴാണ് മനസ്സിലായത് മാഗ്നറ്റിക് ക്യാരക്ടറിൽ ചെറിയ ഡിഫറൻസ് ഉള്ള അതായത് സബ്ഷെല്ലിനകത്ത് വീണ്ടും ഓർബിറ്റലുകളുണ്ട്. ഇപ്പോൾ ഒരു P ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ ആ P 3 ആളുകളാണ്. ആ 3 ആളുകൾ 3 ഡയറക്ഷനിലാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വരുന്ന സമയത്ത് ഇവരുടെ ഓറിയന്റേഷൻ മാറുന്നതാണ്. സോ സ്റ്റാർക്ക് എഫക്റ്റും സീമാൻ എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്വാണ്ടം നമ്പറാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രപ്പോസ് ചെയ്തത് തന്നെ. ഓക്കെ, സോ സ്റ്റാർക്ക് എഫക്റ്റ് ആൻഡ് സീമാൻ എഫക്റ്റ് ആർ എക്സ്പ്ലെയിൻഡ് ബൈ യൂസിങ് ദിസ് ക്വാണ്ടം നമ്പർ. അതായത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. സോ ഇറ്റ് എക്സ്പ്ലെയിൻഡ് സ്റ്റാർക്ക് എഫക്റ്റ്, ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, ആൻഡ് സീമാൻ എഫക്റ്റ് ഓപ്ഷനിൽ വരുമ്പോൾ മനസ്സിലായാൽ മതി. സീമാൻ എഫക്റ്റ്. ഓക്കെ, ഇതിന്റെ വാല്യൂസ് ഇറ്റ് ക്യാൻ ML or M can have values -L to +L. -L മുതൽ +L വരെയാണ് ഇതിന്റെ വാല്യൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ നമുക്ക് ഒരു സബ്ഷെൽ എടുക്കാം, അതായത് ഒരു S സബ്ഷെൽ എടുക്കാം. S സബ്ഷെൽ എടുത്താൽ Lന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ MLന്റെ വാല്യൂ എത്രയാണ്? -0 to +0. അങ്ങനെയില്ല, ML 0. ഓക്കെ, P സബ്ഷെൽ എടുത്താൽ Lന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ MLന്റെ വാല്യൂ -1, 0, +1, -L to +L. D സബ്ഷെൽ എടുത്താൽ Lന്റെ വാല്യൂ 2 ആണ്. MLന്റെ വാല്യൂ -2, -1, 0, +1, +2 ആണ്. ഓക്കെ, F സബ്ഷെൽ എടുത്താൽ Lന്റെ വാല്യൂ 3 ആണ്. ഓക്കെ, അപ്പോൾ MLന്റെ വാല്യൂ -3, -2, 0, -1, 0, +1, +2, +3 ആണ്. ഓക്കെ, ഇതിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഇല്ല, ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു വാല്യൂ അല്ല.
ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ 0 എന്ന് പറയുന്ന സിമ്പൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ പറയും this has 1 value, this has 3 values, 5 values, 7 values. ആ 7 values ഓരോന്നും റെപ്രസെന്റ് ചെയ്യാനുള്ളതാണിത്. ഓക്കെ, 7 values, 5 values, 3 അടുത്തത് SPDFG ആണെങ്കിൽ 9 values വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്പർ ഓഫ് ML വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 5. അത് കണ്ടുപിടിക്കാൻ വേറൊരു മാർഗം കൂടിയുണ്ട്. നമ്പർ ഓഫ് ML വാല്യൂസ് is equal to 2L plus 1. അങ്ങനെ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. നമ്പർ ഓഫ് ML വാല്യൂസ് is equal to 2L plus 1. എങ്ങനെ കിട്ടിയത്? നമ്പർ ഓഫ് ML വാല്യൂസ് ഇവിടെ 2 into 0 plus 1, 1 value, 2 into 1 plus 1, 3 value, 2 into 2 plus 1, 5 value, 2 into 3 plus 1, 7 value. ഓക്കെ, അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നമ്പർ ഓഫ് ഓർബിറ്റൽസ് is equal to number of ML values. Number of orbitals is equal to number of ML values. That is equal to 2L plus 1. എത്ര ML വാല്യൂ ഉണ്ടോ അത്രയും ഓർബിറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ 1 വാല്യൂ ഉണ്ടെങ്കിൽ അവിടെ 1 ഓർബിറ്റൽ ഉണ്ട്, ഇവിടെ 3 ഓർബിറ്റൽ ഉണ്ട്, ഇവിടെ 5 ഓർബിറ്റൽ ഉണ്ട്, ഇവിടെ 7 ഓർബിറ്റൽ ഉണ്ട്, ഇവിടെ 3 ഓർബിറ്റൽ, ഇവിടെ 1 ഓർബിറ്റൽ. അപ്പോൾ ഓർബിറ്റലിന്റെ എണ്ണം കിട്ടാൻ ML വാല്യൂവിന്റെ എണ്ണം എടുത്താൽ മതി. അത് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 2L plus 1 എടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാനിവിടെ ഒരു കോളം വരയ്ക്കാൻ പോവാണ്. അതിൽ ആദ്യത്തത് ഷെൽ. ഓക്കെ, വാല്യൂ ഓഫ് N, വാല്യൂ ഓഫ് L, സബ് ഷെൽ. ഓക്കെ, സബ് ഷെൽ ആൻഡ് number of subshell ML values, number of orbitals in a subshell. അങ്ങനെ തന്നെ എഴുതാം, number of orbitals in a subshell, number of orbitals in a shell. മനസ്സിലാവുന്നുണ്ടോ? number of subshells in a shell. Every information, all information. Okay, shell, N, L, subshell, ML values, number of orbitals in a subshell, number of orbitals in a shell, and number of subshells in a shell. Everything, all the information. Okay, നമ്മൾ അതുകൂടെ deduce ചെയ്യാൻ പോകും. If it is K shell, the value of N is 1, the value of L is 0. Okay, അവിടെ നിൽക്കട്ടെ. If it is, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഫിൽ ചെയ്യാം. L shell, the value of N is 2, 0 and 1. If it is M shell, 3, 0, 1, 2. If it is N shell, 4. Okay, 4 ആണ്. അത് നമുക്ക് ഇവിടെ സ്പേസിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. that I will fill. Okay, and let me just അതിനൊന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊന്ന് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് സൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ 0, 1, 2, 3. സബ്ഷെൽ നൊട്ടേഷൻ S, എന്ത് S, 1S, ഇതെന്താ 2S, ഇതെന്താ 2P, ഇതെന്താ 3S, ഇതെന്താ 3P, ഇതെന്താ 3D. ഓക്കെ, 4S, 4P, 4D, 4F, ഇങ്ങനെയാണ് വരും. ഓക്കെ, ഇനി MLന്റെ വാല്യൂ എന്തൊക്കെ വരും? L 0 ആണെങ്കിൽ MLന്റെ വാല്യൂ 0 ആണ്, L 0 ആണെങ്കിൽ MLന്റെ വാല്യൂ 0 ആണ്. ഇവിടെ ഞാൻ ഇതൊരു ഷെല്ലാണ്, ഇത് അടുത്ത ഷെല്ല്. ഓക്കെ, 0. ഇനി ഇതാണെങ്കിലോ -1, 0, +1, -1 to +1. ഓക്കെ, ഇതോ 0, -1, 0, +1. എല്ലാം ഇവിടെ എഴുതുന്നില്ല ചെറിയ. ഇനി ഇതാണെങ്കിലോ -2 to +2. ഓക്കെ, -2 മുതൽ +2 വരെ. ഇത് 0, ഇത് -1 മുതൽ +1 വരെ, ഇത് -2 മുതൽ +2 വരെ, ഇത് -3 മുതൽ +3 വരെ. അങ്ങനെ എഴുതുന്നുള്ളൂ, സ്പേസ് മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, സ്പേസിന്റെ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഇവിടെ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെൽ. ഈ സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? ഒന്നേ ഉള്ളൂ, 1. ഇവിടെ എത്ര ഉണ്ട്? ഈ സബ്ഷെല്ലിൽ 1. ഇവിടെ എത്ര ഉണ്ട്? 3.
ഇതിൽ എത്ര ഉണ്ട് 1. 3p p എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് -1 0 + 1 3. മറ്റത് ഡിയിലാണെങ്കിൽ എത്ര ഉണ്ട് 5 എണ്ണം ഉണ്ട്. ഓക്കെ 5. ഇനി അടുത്തത് 0 ആണെങ്കിൽ 1 -1 0 + 1 എത്ര എണ്ണം വരുന്നുണ്ട് ദാറ്റ് ഈസ് 3. ഓക്കെ ഇനി ഡി ആണെങ്കിൽ 5 മറ്റേതാണെങ്കിൽ 7 ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ കെ ഷെല്ലിൽ ഈ ഒരൊറ്റ ഓർബിറ്റലേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ 1. ഇവിടെ എസ് ഉണ്ട് പി ഉണ്ട്, ദാറ്റ് ഈസ് 1 + 3 = 4. എം ഷെല്ലിൽ എസിൽ പിയിൽ ഡിയിൽ 1 3 5 9 ആണ്. ഇത് എസ് പി ഡി എഫ് 1 3 5 7 16 ആണ്. ഓക്കെ അപ്പോൾ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെൽ കാണാൻ 2l + 1 എടുത്താൽ മതി. 2l + 1. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ എടുക്കാൻ യു ക്യാൻ ടേക്ക് n square. 1 square is equal to 1, 2 square is equal to 4, 3 square is equal to 9, 4 square is equal to 16. n square. Number of orbitals in a subshell is equal to 2l + 1. Number of orbitals in a shell is equal to n square. It's very easy. Okay. And the next is number of subshells in a shell. എത്ര സബ്ഷെൽ ഉണ്ട് ഇതിൽ? എസ് സബ്ഷെൽ 1, ഇതിൽ എസും പിയും 2. സബ്ഷെല്ലാകുമ്പോൾ പി എന്ന് പറഞ്ഞാൽ 1 കൂട്ടിയാൽ മതി, കാരണം പി സബ്ഷെല്ലിനകത്ത് 3 ഓർബിറ്റലാണ്. ഓക്കെ ഇവിടെ എസും പിയും ഡിയും എങ്ങനെയാ? ഇവിടെ ഓൺലി എസ്, ഇവിടെ എസ് ആൻഡ് പി. ഓക്കെ ഇവിടെ എസ് പി ഡി അപ്പൊ എത്ര ഉണ്ട് 3. ഇവിടെ എസ് പി ഡി എഫ് അപ്പൊ എത്ര ഉണ്ട് 4. ഞാൻ നേരത്തെ പറഞ്ഞു കെ ഷെല്ലിൽ എസ് മാത്രം, എൽ ഷെല്ലിൽ എസും പിയും, എം ഷെല്ലിൽ എസും പിയും ഡിയും, എൻ ഷെല്ലിൽ എസും പിയും ഡിയും എഫും 4. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടും യു ക്യാൻ അപ്ലൈ എൻ ഇക്വേഷൻ ദാറ്റ് ഈസ് എൻ. നമ്പർ ഓഫ് സബ്ഷെൽസ് ഇൻ എ ഷെൽ n. നിങ്ങൾ നോക്ക് K1 1, L എന്നിന്റെ വാല്യൂ 1 ആയപ്പോൾ ഇവിടെ 1, 2 ആയപ്പോൾ ഇവിടെ 2, 3 ആയപ്പോൾ ഇവിടെ 3, 4 ആയപ്പോൾ ഇവിടെ 4. അപ്പൊ എന്നിന്റെ വാല്യൂന് ഈക്വൽ ആണ്. ഓക്കെ അപ്പൊ ഇവിടെ അങ്ങോട്ട് നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെൽ ഇസ് ഈക്വൽ ടു 2l + 1. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ ഇസ് ഈക്വൽ ടു n². നമ്പർ ഓഫ് സബ്ഷെൽസ് ഇൻ എ ഷെൽ ഇസ് ഈക്വൽ ടു n. ഇത്രയും ഇൻഫർമേഷൻസ്. Hope you understand. Clear? Okay. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ആള് ഡംബലാണെന്ന് മനസ്സിലാക്കാൻ സബ്ഷെൽ കിട്ടിയാൽ മതി. ഓക്കെ പക്ഷെ ഇതിപ്പോ ഒരു ZX ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനെ വിളിക്കാം PZ എന്ന്. ഇനി ഒരാൾ ഇങ്ങനെയാണല്ലോ വിചാരിക്കാം. ഞാൻ 3 പെർപെൻഡിക്കുലർ ആക്സിസിൽ ഏതെങ്കിലും ഒന്ന് എക്സ്, ഏതെങ്കിലും ഒന്ന് വൈ, ഏതെങ്കിലും ഒന്ന് സെറ്റ്, 3 പെർപെൻഡിക്കുലർ ആണ്, ആംഗിൾ ഒന്നും വ്യത്യാസമില്ല. ഇപ്പൊ ഇതൊരു എക്സ് ആക്സിലാണെങ്കിൽ ഇതിനെ PX എന്ന് വിളിക്കാം. ഷേപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോ. ഇവിടെ ഒരു വൈ ആക്സ് ഉണ്ട്. വൈ ആക്സ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ല, ഇത് എക്സ്, ഇത് സെറ്റും ഇത് എക്സും ആണെങ്കിൽ, ഇത് സെറ്റും ഇത് എക്സും ആണെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയല്ല ഉള്ളത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരിക. മനസ്സിലാവുന്നുണ്ടോ? ലെറ്റ്സ് ടേക്ക് പെൻ. ഇങ്ങനെ ഇത് എക്സും ഇത് സെറ്റും ആണെങ്കിൽ വൈ ഇങ്ങനെ വരും, വൈ ഇങ്ങനെ വരും. സോ ദേ ഓൾ ആർ പെർപെൻഡിക്കുലർ. ഇത് നിങ്ങൾക്ക് എക്സ് എടുക്കുക, ഇത് വൈ എടുക്കുക, ഇത് സെറ്റ് എടുക്കുക, ഇത് എക്സ് എടുക്കുക, ഇത് വൈ എടുക്കുക, സെറ്റ് എടുക്കുക, എല്ലാം ഒരേപോലെയാണ്. ദ ആംഗിൾ നോ ഡിഫറൻസ്. ഓക്കെ അപ്പോൾ ഇവിടെ ഇത് ZX, ഇത് YX, ഇത് XX, ഇത് ZX. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും വരാം. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഒരു വാല്യൂ PZലുള്ള 0, ഇതിന്റെ ഒരു വാല്യൂ +1, ഇതിന്റെ ഒരു വാല്യൂ -1. ഓക്കെ ആണല്ലോ? അപ്പോൾ 3 ഡയമെൻഷണൽ ഓറിയന്റേഷൻ ഡംബലാന്ന് മനസ്സിലാക്കാൻ സബ്ഷെൽ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇറ്റ് ഡിഫൈൻസ് ആദ്യം പറഞ്ഞു സീമാൻ എഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് എഫക്റ്റ്. ഇറ്റ് ഡിഫൈൻസ് ദ 3 ഡയമെൻഷണൽ ഓറിയന്റേഷൻ. എവിടെയാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്? ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ഇൻ സ്പേസ്, അല്ലെങ്കിൽ സ്പേഷ്യൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ. It defines the 3-dimensional orientation of orbitals in space. Okay? അത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ ഒരു പി ഓർബിറ്റൽ എടുത്താൽ 3 ഓർബിറ്റൽ, അതിൽ -1 0 +1. ഒരു ഡി ഓർബിറ്റൽ എടുത്താൽ അവിടെ 5 ഓർബിറ്റൽ, 1 2 3 4 5 ഇങ്ങനെ 5 കോളംസ് ആയിട്ട് നമ്മൾ വരക്കാറുണ്ട്. ഓക്കെ അതിൽ വാല്യൂസ് -2 -1 0 +1 +2. ഓക്കെ അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ പറയുന്നില്ല, കാരണം ഈ ഓർബിറ്റല് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പം ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അത് ഷേപ്പ് പറയുമ്പോഴേ പറയുന്നുള്ളൂ. ഇവിടെ ഇതിൽ ഒന്ന് PX-ഉം ഒന്ന് PY-യും ഒന്ന് PZ-ഉമാണ്. അത് അവിടെ പറയാം. എപ്പോഴും നമ്മൾ
പി സെറ്റിനാണ് 0 വാല്യൂ കൊടുക്കുക. പി എക്സും പി വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൽ പ്രശ്നമില്ല. പി എക്സും പി വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൽ പ്രശ്നമില്ല. നമ്മൾ ബോണ്ടിങ് ഒക്കെ പറയുന്ന സമയത്ത് ഒരു ആറ്റം വേറൊരു ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്യുന്നു, ഒരു ആറ്റം വേറൊരു ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ന്യൂക്ലിയസ്, ഇവിടെ ഒരു ന്യൂക്ലിയസും ഉണ്ടാവും. ആ ന്യൂക്ലിയസ് കിടക്കുന്ന ഒരു ആക്സിസ് ഉണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ആക്സിസ് ഉണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ആക്സിസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതോ ഒരു ആക്സിസിനെ ന്യൂക്ലിയസ് കിടക്കുന്ന ആക്സിസ് ആയിട്ട് സ്ഥിരമായിട്ട് എടുക്കണം. ആ ആക്സിസിനെ പറയുന്ന പേര് ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് എന്നാണ്. ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ആക്സിസ്, ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ബോണ്ടിങ്. അടുത്ത ചാപ്റ്റർ, 4th ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ ആണ്. ആ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് നമ്മൾ എപ്പോഴും എടുക്കുക Z ആക്സിസ് ആണ്. അപ്പോൾ ഇന്റർ ന്യൂക്ലിയർ ആക്സിസിനെ Z ആക്സിസ് ആയിട്ട് എടുക്കും. ചില ബുക്കുകളൊക്കെ X ആക്സിസ്, ബട്ട് IUPAC കൺവെൻഷൻ അനുസരിച്ച് Z ആക്സിസ് ഇസ് പ്രിഫേർഡ്. ഓക്കെ, ആ ഇന്റർ ന്യൂക്ലിയർ ആക്സിസിനെ നമ്മൾ എപ്പോഴും 0 വാല്യൂ ആണ് കൊടുക്കുക. ആ വാല്യൂ 0 എന്ന് വെച്ചാൽ അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് 0 അല്ല, അത് 0 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ഏതാണോ, ഇനി X ആണ് എടുക്കുന്നെങ്കിൽ അത് 0, നമ്മൾ Z എടുക്കുന്നതുകൊണ്ട് അത് 0. അതുകൊണ്ട് ഇവിടെയും Z ആക്സിസിലുള്ള, ഞാൻ അതിന്റെ പേരുകൾ പറഞ്ഞിട്ടില്ല, 5 ആളുകളുണ്ട്. Z ആക്സിസിലുള്ള ആൾക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പി സെറ്റിന് അവിടെ 0 എന്ന് കൂടി മനസ്സിലാക്കുക. ആൻഡ് ദ ലാസ്റ്റ് കോണ്ടന്റ് നമ്പർ, ഫൈനൽ കോണ്ടന്റ് നമ്പർ, ദ ലാസ്റ്റ് കോണ്ടന്റ് നമ്പർ ഈസ് 4th one, spin content number. Spin content number or magnetic spin content number. Magnetic spin content number. It is represented as ms or small letter s. ഇത് ഇലക്ട്രോണിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോൺ, they are revolving around the nucleus like planets revolving around the sun. അതേപോലെ തന്നെ അതിന് ഇറ്റ്സ് ഓൺ ആക്സിസിൽ ഒരു റൊട്ടേഷൻ ഉണ്ട്. ഭൂമി സ്വയം അച്ചുതണ്ടിൽ അതിന്റെ ആക്സിസിൽ കറങ്ങുന്നത് പോലെ. അപ്പോൾ അവിടെ ഒരു ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ക്ലോക്ക് വൈസ് ഇങ്ങനെ ഇട്ടാൽ അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ വിൽ ഗിവ് എ വാല്യൂ പ്ലസ് ഹാഫ്, anti-clockwise ആണെങ്കിൽ മൈനസ് ഹാഫ്. സോ MS can have values plus or minus half. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, MS can have values plus half or minus half. പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ് വാല്യൂസ് ആണ്. നമുക്കറിയില്ല ഇത് ക്ലോക്ക് വൈസ് ആണ് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ അവിടെ ക്ലോക്ക് വൈസ് ആയിരിക്കാം, ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കാം. ഇറ്റ് ക്യാൻ ഹാവ് പ്ലസ് ഹാഫ് ഓർ മൈനസ് ഹാഫ്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ആണ് ഒരു ഓർബിറ്റലിനകത്തുള്ളതെങ്കിൽ നമുക്ക് ഒരു പ്ലസ് ഹാഫ് വാല്യൂയോ മൈനസ് ഹാഫ് വാല്യൂയോ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഇലക്ട്രോൺ ഒറ്റക്ക് നിൽക്കുക, അൺപെയർഡ്, പ്ലസ് ഹാഫ് ഓർ മൈനസ് ഹാഫ്. എന്നാൽ ഒരു ഓർബിറ്റലിനകത്ത് ഇങ്ങനെ ഇങ്ങോട്ടും ഉണ്ട്, ഇങ്ങനെ ഇങ്ങോട്ടും ഉണ്ട് എന്ന് വെച്ചാൽ അവർ പെയർഡ് ആണ്. അപ്പോൾ ഒരു പ്ലസ് ഹാഫും ഉണ്ട്, ഒരു മൈനസ് ഹാഫും ഉണ്ട്. ടോട്ടൽ സ്പിൻ എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ആയിരിക്കും. അപ്പോൾ ആ ടോട്ടൽ സ്പിന്ന് 0 ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ പെയർഡ് ആണെന്നുള്ളത്. അപ്പോൾ ആ കോണ്ടന്റ് നമ്പർ യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രോണിന്റെ പറ്റിയുള്ള അറേഞ്ച്മെന്റ്, ഇലക്ട്രോണിക് സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. മനസ്സിലായല്ലോ? സോ this spin quantum number is used to define spin state of an electron. Spin state. It can have values plus half or minus half. മറ്റൊന്ന് സ്പിൻ സ്റ്റേറ്റ് മനസ്സിലാക്കി. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ, അതായത് നമ്മൾ നേരത്തെ ഓർബിറ്റൽ റിവോൾവ് ചെയ്തപ്പോൾ ഒരു ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടായിരുന്നു. അതേപോലെ സ്പിന്ന് നടക്കുമ്പോഴും ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് അല്ലേ, അതിന്റെ കോണ്ടന്റ് നമ്പർ ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് മറ്റേത് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം, ദിസ് ഇസ് സ്പിൻ ആംഗുലാർ മൊമെന്റം. സ്പിൻ മറ്റേത് ഓർബിറ്റലുള്ള മോഷൻ, ഇത് സ്പിൻ മോഷൻ. സ്പിൻ ആംഗുലാർ മൊമെന്റം. ഓക്കെ, മറ്റേത് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം L. ദ സ്പിൻ ആംഗുലാർ മൊമെന്റം S is equal to root of h by 2 pi into root of small letter s into s plus 1. Okay, root of h by 2 pi, that is s is equal to h cross into root of s into s plus 1. ഒരു സ്പിൻ ആണെങ്കിൽ പ്ലസ് ഹാഫ് ആ എസിന്റെ വാല്യൂസ് കൊടുക്കുകയാണ് ചെയ്യാം. എക്സസൈസുകൾ നമുക്ക് പിന്നീട് ചെയ്യാം. അതേപോലെ തന്നെ എല്ലാ ഒബ്ജക്റ്റിനകത്തും ഇലക്ട്രോൺസ് ഉണ്ട്. എല്ലാത്തിനകത്തും, എല്ലാ എലമെന്റ്സിനകത്തും ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺ ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ഇത് മൂവ് ചെയ്യും. ഒരു മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിൾ എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ദേ മേ ബി അട്രാക്റ്റഡ് ഓർ റിപ്പൽഡ് ടുവേർഡ്സ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ്.
അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ അതിനൊരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അതൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. എന്നാൽ അവിടെ ഒരു ഇലക്ട്രോൺ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ക്യാരക്ടർ അവിടെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഒരു ആറ്റം എടുത്താൽ അതിനകത്ത് ഇലക്ട്രോൺ ഇങ്ങനെ പെയർ ചെയ്ത് നിൽക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഇലക്ട്രോൺ എങ്കിലും അൺപെയർഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എസിന്റെ വാല്യൂ +½ എന്നോ -½ എന്നോ കിട്ടും. ഇനി ഇങ്ങനെ നിൽക്കുന്നതിൽ 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെ 1 എന്ന് കിട്ടും. അപ്പൊ എസിന് ഒരു വാല്യൂ കിട്ടുകയാണ്. 0 അല്ല എങ്കിൽ അതിന്റെ അർത്ഥം അവിടെ എന്തുണ്ട്? ക്യാൻസൽ ചെയ്യാത്ത ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് പാരാമാഗ്നറ്റിസം. നമ്മൾ +2 5 ടൈപ്പ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട് സോളിഡ് സ്റ്റേറ്റിൽ. ഇവിടെ ഞാൻ +1 മാത്രമാണ് പറയുന്നത് പാരാമാഗ്നറ്റിസം. Paramagnetism is the magnetic property produced by the presence of at least one unpaired electron. അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. ഇനി ഇതെല്ലാം പെയർഡ് ആയി പോയാലോ? അപ്പോൾ അവിടെ സ്പിൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. അപ്പോൾ അതിന്റെ മാഗ്നറ്റിക് ക്യാരക്ടർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആണ്. ഇങ്ങോട്ടും ഉണ്ട് അങ്ങോട്ടും ഉണ്ട്. ഇല്ലാന്നല്ല, ഇങ്ങോട്ടും ഉണ്ട് അങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡയാമാഗ്നറ്റിസം. Diamagnetism is the magnetic property produced by the presence of all paired electrons. അപ്പോൾ ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഡിഫൈൻ ചെയ്തു? കാരണം എസിനൊരു വാല്യൂ ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക്, എസിനൊരു വാല്യൂ ഇല്ലെങ്കിൽ അത് ഡയാമാഗ്നറ്റിക്. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാഗ്നറ്റിക് പ്രോപ്പർട്ടി പ്രെഡിക്റ്റ് ചെയ്യാനും ഈ സ്പിൻ സ്റ്റേറ്റ് +½ -½ ഉപയോഗിക്കാം. അവിടെ എല്ലാം പെയർഡ് ആണെങ്കിൽ എസിന്റെ വാല്യൂ 0 ആകട്ടെ, ടോട്ടൽ എസ്. ഓക്കെ. ഇപ്പൊ 3 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് 3 ഒരു ഡയറക്ഷനിലാണെങ്കിൽ 1½ ആകട്ടെ. അപ്പൊ ഇതിനൊരു പാരാമാഗ്നറ്റിസം ഉണ്ടാവും. ഇനി 3 എണ്ണം ഉണ്ട്, അവിടെ 2 എണ്ണം പെയർഡ് ആണ്, ഒന്ന് ഇതാണെങ്കിൽ അവിടെയും എസിന് ഒരു ½ വാല്യൂ ഉണ്ട്, പാരാമാഗ്നറ്റിസം ഉണ്ട്. ഇനി അവിടെ 4 പേരുണ്ട്, ആ 4 പേരും പെയർഡ് ആണെങ്കിൽ എസിന്റെ വാല്യൂ 0 കിട്ടുക, ഡയാമാഗ്നറ്റിസം കിട്ടുക. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ പാരാമാഗ്നറ്റിക് ഡയാമാഗ്നറ്റിക് നമ്മൾ വേറെ പഠിക്കും. ഓക്കെ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓൾസോ. ഓക്കെ. ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വാണ്ടം നമ്പേഴ്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ. ദ സെഷൻ ഈസ് ഗോയിങ് ലോങ്, അതുകൊണ്ട് വി ആർ സ്റ്റോപ്പിംഗ് നൗ. സോ വിൽ കണ്ടിന്യൂ വിത്ത് ദിസ് ക്വാണ്ടം നമ്പർ ആൻഡ് ഇറ്റ്സ് എക്സസൈസസ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ.